വല്ലാത്തൊരു നൊമ്പരത്തോടെയല്ലാതെ ഓർക്കാൻ കഴിയാത്തൊരു പേര്. ആ പേരിന് പോലും വിഷാദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഗന്ധമുണ്ട്. ഹൃദയത്തെ ദ്രവിപ്പിച്ചു കളയുന്നൊരു അമ്ലശക്തി ഉണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ ഈണങ്ങൾക്ക്. വല്ലാതെ ഹൃദയം വെങ്ങിപ്പോകും ജോൺസൺ മാസ്റ്ററുടെ കഥ കേട്ടാൽ. ഇനി ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത് ജോൺസൺ മാസ്റ്ററുടെ ഭാര്യ റാണി ജോൺസൺ മാത്രം. ആരാണ് ജോൺസൺ മാസ്റ്റർ? ആരായിരുന്നു ജോൺസൺ മാസ്റ്റർ? 1953 മാർച്ച് 26 ബാങ്ക് ജീവനക്കാരനായ തട്ടിൽ ആന്റണിയുടെയും മേരിയുടെയും മകനായി തൃശ്ശൂരിനടുത്തുള്ള നെല്ലിക്കുന്നിലാണ് പിന്നീട് ഹൃദയത്തുടിപ്പുള്ള ഒരുപാട് പാട്ടുകൾക്ക് ജീവൻ കൊടുത്ത ടി.എ. ജോൺസൺ എന്ന മലയാളത്തിൻ്റെ ജോൺ വില്യംസ് എന്നറിയപ്പെട്ട ജോൺസൺ മാസ്റ്റർ ജനിച്ചത്. തൃശ്ശൂർ തോപ്പിൽ സെന്റ് തോമസ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദമെടുത്തു. നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ ഗായകനായിരുന്ന ജോൺസൺ ഗിത്താറും ഹാർമോണിയവും വായിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. പള്ളി ക്വയറിലെ പാട്ടുകാരനായിട്ടായിരുന്നു അദ്ദേഹം തൻ്റെ സംഗീത ജീവിതത്തിന് തുടക്കം കുറിച്ചത്. 1968 തൻ്റെ ചില കൂട്ടുകാരുമായി ചേർന്ന് അദ്ദേഹം വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന ട്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ജോൺസണ് പ്രായം വെറും 15 വയസ്സ്. വോയിസ് ഓഫ് തൃശ്ശൂർ കേരളത്തിലെ മികച്ച മ്യൂസിക് ട്രൂപ്പുകളിൽ ഒന്നായി മാറാൻ ഒരുപാട് കാലമൊന്നും വേണ്ടി വന്നില്ല. ഈ സമയത്ത് ജോൺസൺ ഫ്ലൂട്ടും വയലിനും ഡ്രംസും വായിക്കാൻ പഠിച്ചു. സ്കൂൾ യുവജനോത്സവ വേദികളിലും ചില ഗാനമേള ട്രൂപ്പുകളിലുമൊക്കെ ഹാർമോണിയവും ഗിത്താറും വായിക്കാൻ ജോൺസൺ പോയി തുടങ്ങി. ഗാനമേളകളിൽ സ്ത്രീ ശബ്ദത്തിൽ അദ്ദേഹം പാട്ടുകൾ പാടുമായിരുന്നു. ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഗാനമേളകളിൽ ജോൺസൺ ഇൻസ്ട്രുമെന്റ്സ് വായിച്ചിരുന്നു. ജയചന്ദ്രൻ അന്നേ ജോൺസണെ ശ്രദ്ധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൽ അന്തർലീനമായി കിടക്കുന്ന പ്രതിഭ ജയചന്ദ്രൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ജോൺസണെ ദേവരാജൻ മാസ്റ്റർക്ക് പരിചയപ്പെടുത്തി. ഈ പരിചയം ജോൺസണെ മദ്രാസിലെത്തിച്ചു. 1974 ഇത്. പിന്നെ 4 കൊല്ലക്കാലം ജോൺസൺ ദേവരാജൻ മാസ്റ്ററുടെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. ഇടയ്ക്ക് A.R. റഹ്മാന്റെ പിതാവായ K.R. ശേഖറിന്റെയും A.T. ഉമ്മറിന്റെയും M.K. അർജുനൻ മാഷിന്റെയും അസിസ്റ്റന്റായി. ഭരതന്റെ ആരവം എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് 1978 ഈ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടാണ് ജോൺസൺ സ്വതന്ത്ര സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. ആന്റണി ഈസ്റ്റ്മാൻ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഇണയെ തേടി എന്ന സിനിമയിലാണ് ജോൺസന്റേതായ പാട്ടുകൾ മലയാളികൾ ആദ്യമായി കേൾക്കുന്നത്. അതൊരു യാത്രയുടെ തുടക്കമായിരുന്നു. 300-ലധികം സിനിമകൾക്ക് സംഗീതമൊരുക്കാനുള്ള ഒരു ദീർഘയാത്രയുടെ തുടക്കം. തൻ്റെ സിനിമയിലെ പാട്ടുകൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകണമെന്നായിരുന്നു ആന്റണി ഈസ്റ്റ്മാന്റെ ആഗ്രഹം. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് നിന്നുതിരിയാൻ കഴിയാത്തത്ര തിരക്കായിരുന്നു. ദേവരാജൻ മാസ്റ്റർ തന്നെയായിരുന്നു ജോൺസനെ ആന്റണിയുടെ ചിത്രത്തിന് ചുമതലപ്പെടുത്തിയത്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ജോൺസൺ മാസ്റ്റർ ആ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതവും പാട്ടുകൾക്ക് ഈണവും ഒരുക്കിയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റെക്കോർഡിംഗ് പൂർത്തിയാക്കുന്നതിൽ ജോൺസൺ മാസ്റ്റർക്കുള്ള മികവ് സംവിധായകർക്കിടയിൽ അദ്ദേഹത്തെ പ്രിയപ്പെട്ടവനാക്കി. ജോൺസൺ മാസ്റ്ററുടെ ഗ്രാഫ് കുതിച്ചുയരുകയായിരുന്നു. പലതരത്തിലുള്ള സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്ത ജോൺസൺ ഒരു സംഗീത സംവിധായകൻ എന്നതിലുപരി ഒരു മ്യൂസിക് കണ്ടക്ടർ, ഓർഗനൈസർ, ഓർക്കസ്ട്രേഷൻ വിദഗ്ധൻ എന്നീ നിലകളിലും പ്രശസ്തനായി. ഒരിക്കൽ ദേവരാജൻ മാസ്റ്ററുടെ ഒരു പരിപാടിക്ക് ഫ്ലൂട്ട് വായിക്കുന്നയാൾ വന്നില്ല. ദേവരാജൻ മാസ്റ്റർ ആകെ പരിഭ്രാന്തനായി. അന്ന് മാസ്റ്ററുടെ ട്രൂപ്പിൽ വയലിൻ വായിച്ചിരുന്നത് ഇന്നത്തെ പ്രശസ്ത സംഗീത സംവിധായകനായ ഔസേപ്പച്ചനാണ്. ഫ്ലൂട്ട് വായിക്കുന്നയാൾ വന്നില്ലെങ്കിലും ജോൺസണെ നന്നായി അറിയാവുന്ന ഔസേപ്പച്ചനും മറ്റ് ട്രൂപ്പ് അംഗങ്ങൾക്കും യാതൊരു ടെൻഷനുമില്ലായിരുന്നു. പിന്നീട് അവിടെ കണ്ട കാഴ്ച, കഴുത്തിൽ അക്കോഡിയൻ തൂക്കി വായിക്കുന്നതിനിടയിൽ ഫ്ലൂട്ടിന്റെ ഭാഗം വരുമ്പോൾ അത് വായിക്കുന്ന ജോൺസൺ മാസ്റ്ററെയാണ്. അതായിരുന്നു ജോൺസൺ മാസ്റ്റർ. ദേവരാജൻ മാസ്റ്ററുടെ ടീമിൽ ജോൺസനെ ശ്രദ്ധേയനാക്കിയത് ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ്. അവിടെ ക്രിയേറ്റിവിറ്റിക്കൊപ്പം എല്ലാ സംഗീതോപകരണങ്ങളെയും ഒരു ചരടിൽ കോർക്കുന്ന മാനേജറുടെ മികവുണ്ടായിരിക്കണം. ഒരാൾ പിഴവ് വരുത്തിയാൽ പോലും തിരിച്ചറിയാനും തിരുത്താനും കഴിയുന്ന കണിശതയുണ്ടായിരിക്കണം. ദേവരാജൻ മാസ്റ്ററുടെ വിശ്വസ്തനായിരിക്കുമ്പോൾ തന്നെ ഒരിക്കൽ ജോൺസൺ മാസ്റ്റർ അദ്ദേഹവുമായി തെറ്റി. അങ്ങനെ കുറച്ചുകാലം ജോൺസണ് ദേവരാജൻ മാസ്റ്ററുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ പുറത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോൺസൺ അർജുനൻ മാസ്റ്ററുടെ അടുത്തെത്തി. തന്നെ കൂടെ നിർത്താമോ എന്ന് ചോദിച്ചു. കൂടെ നിർത്താം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ജോലിക്കെടുക്കണമെങ്കിൽ ദേവരാജൻ മാസ്റ്ററുടെ കത്തുമായി വരണം. എന്തായാലും ജോൺസൺ ദേവരാജൻ മാസ്റ്ററുടെ അടുത്തെത്തുകയും ദേവരാജൻ മാസ്റ്റർ കത്ത് കൊടുക്കുകയും ജോൺസൺ അർജുനൻ മാസ്റ്ററുടെ കീഴിൽ ജോലിക്ക് കയറുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം. ഓർക്കസ്ട്രയിൽ 50 പേരുണ്ടായാലും ജോൺസന്റെ വിരലുകൾക്കനുസരിച്ചു മാത്രമേ അവർ പ്രവർത്തിക്കൂ. നോട്ട്സുകളിൽ വിട്ടുവീഴ്ചയില്ല. അസാധാരണ നിയന്ത്രണ ശേഷിയാണത്. ഇത്രയേറെ കമാൻഡിംഗ് പവറുള്ള ഒരു സംഗീതകാരനെ കണ്ടുകിട്ടുന്നത് എളുപ്പമല്ല. ഒരിക്കൽ ജോൺസൺ മാസ്റ്ററെ കുറിച്ച് ഗുരുതുല്യനായ അർജുനൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകളാണിത്. ബാലചന്ദ്രമേനോന്റെ പ്രേമഗീതങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നീ നിറയൂ
ജീവനിൽ പുളകമായി ഞാൻ പാടിടാം ഗാനമായുമകൾ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ഒരുക്കുമ്പോൾ ജോൺസണ് പ്രായം വെറും 28 വയസ്സ്. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ഗോപികേ വിരൽ തുമ്പുരുമ്മി വിതുമ്മി. ഈ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ജോൺസൺ മാസ്റ്റർക്ക് 30 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല. ജോഷി, പത്മരാജൻ, ഭരതൻ, മോഹൻ, ശശികുമാർ, സത്യനന്ദിക്കാട്, സിബി മലയിൽ, കമൽ എന്നിവരുടെയൊക്കെ സിനിമകളിലെ സജീവ സാന്നിധ്യമായി പിന്നീട് ജോൺസൺ മാസ്റ്റർ. ഒരിക്കലും അവസരങ്ങൾ തേടി നടന്നിരുന്ന സംഗീത സംവിധായകനായിരുന്നില്ല ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാസ്റ്റർ അവസരങ്ങൾ ആ പ്രതിഭയെ തേടി അങ്ങോട്ടെത്തുകയായിരുന്നു. 1990 ശേഷം കുറേ കാലം അദ്ദേഹം സംഗീത ലോകത്തു നിന്ന് വിട്ടുനിന്നു. പിന്നീട് 2006 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിലൂടെ ജോൺസൺ മാസ്റ്റർ നടത്തിയത് ഗംഭീരമായ തിരിച്ചുവരവായിരുന്നു. ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് എല്ലാവരും വെറുത്ത കിരീടത്തിലെ സേതുമാധവന്റെ ആത്മസംഘർഷങ്ങളെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന വരികളിലൂടെ കേൾക്കുന്നവരുടെ ഉള്ളിൽ കൊളുത്തിപ്പിടിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റി ജോൺസൺ മാസ്റ്റർ. കിരീടം, ദശരഥം, ചെങ്കോൽ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ഞാൻ ഗന്ധർവൻ, പാവം പാവം രാജകുമാരൻ, ശുഭയാത്ര, ഈ പുഴയും കടന്ന്, പക്ഷേ, വടക്കുനോക്കീന്ദ്രം, വരവേൽപ്പ്, മഴവിൽ കാവടി, കളിക്കളം, തലയണമന്ത്രം, പാളങ്ങൾ, കൂടെവിടെ, ശേഷം കാഴ്ചയിൽ, ഇങ്ങനെ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളുടെ പട്ടിക എത്ര വേണമെങ്കിലും എഴുതിപ്പോകാം. പത്മരാജന്റെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന പാട്ടുമായി ബന്ധപ്പെട്ട് അന്ന് ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പാട്ടു മാറ്റാൻ പറ്റില്ല, വേണമെങ്കിൽ എന്നെ മാറ്റാം എന്നായിരുന്നു ജോൺസൺ മാസ്റ്റർ നിർമ്മാതാവിനോട് പറഞ്ഞത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തൻ്റെ ഈണത്തിലുള്ള വിശ്വാസം തന്നെയായിരിക്കണം. ഇപ്പോഴും ജോൺസൺ മാസ്റ്ററെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിൻ്റെ താഴെ കൂടുതലും കാണുന്ന അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. എല്ലാവരുടെ മുന്നിലും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിരുന്നില്ല ജോൺസൺ മാസ്റ്റർ. പാട്ടിനെക്കുറിച്ച് ബോധ്യമുണ്ടെന്ന് ഉറപ്പുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തു. ഒരു പ്രണയഗാനവും നായകന്റെ ജീവിതത്തിലെ തകർച്ചയ്ക്കു ശേഷം വരുന്ന ദുഃഖഛായയുള്ള പാട്ടുമായിരുന്നു കിരീടം എന്ന സിനിമയിൽ. സേതുമാധവന്റെയും ദേവിയുടെയും പ്രണയത്തിനു വേണ്ടി നാടോടിത്താളം ചേർത്ത് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ടുണ്ടാക്കി. ആ പാട്ട് സംവിധായകൻ സിബി മലയിലിനും തിരക്കഥാകൃത്ത് ലോഹിതദാസിനും പാടി കേൾപ്പിച്ചു കൊടുത്തു. ആ താളം കേട്ടപ്പോൾ ലോഹിതദാസ് ചോദിച്ചു, ഇതൊന്ന് സ്പീഡ് കുറച്ച് പാടാമോ? അദ്ദേഹം സ്പീഡ് കുറച്ചു പാടി. അപ്പോൾ ലോഹിതദാസ് പറഞ്ഞു, ഇതാണ് സേതുമാധവന്റെ തകർച്ചയ്ക്കു ശേഷമുള്ള ദുഃഖഛായയുള്ള ആ പാട്ട്. ആ പാട്ടാണ് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന സൂപ്പർ ഹിറ്റ് പാട്ട്. തൂവാനത്തുമ്പികളിൽ ക്ലാരയും മഴയും അത്രയേറെ മലയാളികൾക്ക് പ്രിയങ്കരമായതിനു കാരണം വയലിനും ഫ്ലൂട്ടും ചേർത്തൊരുക്കിയ ജോൺസൺ മാസ്റ്ററുടെ പശ്ചാത്തല സംഗീതമാണ്. ജയകൃഷ്ണന്റെ ജീവിതത്തിലെ നായികമാരായ ക്ലാരയ്ക്കും രാധയ്ക്കും 2 തരത്തിലുള്ള പശ്ചാത്തല സംഗീതമാണ് ജോൺസൺ ഒരുക്കിയത്. ഒടുവിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജയകൃഷ്ണൻ ക്ലാരയെ അവസാനമായി കാണുമ്പോൾ ഈ രംഗത്തിനു സാക്ഷിയായി രാധയുമുണ്ട്. അവിടെ ട്രെയിനിന്റെ ശബ്ദം കൊണ്ടാണ് ജോൺസൺ 2 പേരെയും ബന്ധിപ്പിക്കുന്നത്. ക്ലാര യാത്ര പറഞ്ഞു പോകുമ്പോൾ അകമ്പടി സംഗീതം നേർത്തില്ലാതാകുകയും അവൾ പോകുന്ന ട്രെയിനിന്റെ ദൃശ്യവും ശബ്ദവും മുന്നണിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ട്രെയിൻ കാഴ്ചയിൽ നിന്ന് മറയുമ്പോൾ തിരിഞ്ഞു നടക്കുന്ന ജയകൃഷ്ണൻ രാധയെ കാണുന്നു. അവിടെ സംഗീതം മാറുന്നു. പിന്നെ വീണയുടെ നാദത്തിന്റെ അകമ്പടിയോടെ അവർ ജീവിതത്തിലേക്ക് നടക്കുന്നു. അതായിരുന്നു ജോൺസൺ മാസ്റ്ററുടെ സംഗീത മാന്ത്രികത. പശ്ചാത്തല സംഗീതത്തിന് 2 തവണ ദേശീയ പുരസ്കാരം, 3 തവണ സംസ്ഥാന സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം, മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 2 തവണ. ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ജോൺസൺ മാസ്റ്ററെ തേടിയെത്തി. എന്നാൽ ഇതുപോലൊരു ദുരന്ത നായകൻ മലയാള ചലച്ചിത്ര ലോകത്ത് വേറെയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. 2011 ഓഗസ്റ്റ് 18 ചെന്നൈ കാട്ടുപാക്കത്തെ തന്റെ വസതിയിൽ വെച്ച് ആ മഹാപ്രതിഭ ഹൃദയസ്തംഭനം മൂലം അന്തരിച്ചു. ആ ആഘാതത്തിൽ നിന്ന് കുടുംബം കരകയറുന്നതിനു മുൻപേ പിറ്റേ വർഷം 2012 ഫെബ്രുവരി 25 സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അദ്ദേഹത്തിന്റെ മകൻ റെൻ ജോൺസൺ ചെന്നൈയിൽ വെച്ച് ഒരു ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു. എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല വിധിയുടെ ക്രൂരത. 2016 ഫെബ്രുവരി 5 ജോൺസൺ മാസ്റ്ററുടെ മകൾ ഷാൻ ജോൺസണെ ചെന്നൈ കോടമ്പാക്കത്തെ ചക്രവാണി സ്ട്രീറ്റിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതൊരു ഹൃദയസ്തംഭനമായിരുന്നു. മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി നോക്കിയിരുന്ന ഷാൻ
അച്ഛൻ്റെ പാത പിന്തുടർന്ന് സംഗീതത്തിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടുകയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ശാസ്ത്രീയ സംഗീതവും ഭരതനാട്യവും ഷാൻ അഭ്യസിച്ചു. ചെന്നൈ സ്റ്റെല്ല കോളേജിൽ നിന്ന് ബികോം കഴിഞ്ഞതിനു ശേഷം ചില വെസ്റ്റേൺ ബാൻഡ് ട്രൂപ്പുകളിൽ പ്രവർത്തിച്ചു. മൈസൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനും പിന്നാലെ സഹോദരനും മരണപ്പെടുന്നത്. ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ഹെഡായും ശാലോം ടിവിയിൽ അവതാരകയായും പ്രവർത്തിച്ചു ഷാൻ. പുറത്തിറങ്ങാതെ പോയ ഹിസ് നെയിം ഈസ് ജോൺ എന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കിക്കൊണ്ടായിരുന്നു ഈ രംഗത്തേക്കുള്ള ഷാനിൻ്റെ വരവ്. പിന്നീട് കൂട്ടുകാരോടൊപ്പം ദി സൗണ്ട് ബൾബ് എന്ന പേരിലൊരു മ്യൂസിക് ബാൻഡും ഷാൻ രൂപീകരിച്ചു. മരണപ്പെടുമ്പോൾ 29 വയസ്സായിരുന്നു ഷാനിന്. ഭർത്താവും മകനും പോയതിനു ശേഷം മകളായിരുന്നു റാണി ജോൺസൺ എന്ന ആ അമ്മയ്ക്ക് കൂട്ട്. പക്ഷേ ആ കൂട്ട് വെറും 4 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് റാണി ഒറ്റയ്ക്കായി. ഇന്ന് അവരെ ക്യാൻസർ കീഴടക്കിയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഒരു അഭിമുഖത്തിൽ ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ അവർ പറഞ്ഞു, എനിക്ക് ദൈവത്തോട് പരാതിയില്ല. ഒരു വലിയ മനുഷ്യൻ്റെ ഭാര്യയാക്കി 2 മക്കളെ തന്നു. പക്ഷേ എല്ലാം വേഗം തിരിച്ചെടുത്തു. സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊപ്പം ദൈവമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തെ ആശ്രയിക്കുന്നതാണ്. ബൈബിളിലെ ഈ വചനമാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. ദുരന്ത പര്യവസാനിയായ ഒരു സിനിമ പോലെയായിരുന്നു ജോൺസൺ മാഷിൻ്റെ ജീവിതവും. ഒരുപക്ഷെ സിനിമയിലായിരുന്നു ഈ രംഗങ്ങളെങ്കിൽ അത് അവിശ്വസനീയമായതാകുമായിരുന്നു. ഒരു പിടിയല്ല, ഓർക്കാനായി ഒരുപാട് പാട്ടുകൾ ഒരുക്കി വെച്ചിട്ടാണ് ജോൺസൺ മാസ്റ്റർ പോയത്. അതെ, ആ പാട്ടുകളിലൂടെ ജോൺസൺ മാസ്റ്റർ ജീവിക്കും നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ.